ആയിക്കോട്ടെ. എടി, നിന്നെ കൊണ്ടാവുന്ന പോലെയല്ല നീ ശ്രമിക്കും, എന്നെ കൊണ്ടാവുന്ന പോലെയല്ല ഞാൻ ശ്രമിക്കാം. പക്ഷേ ഈ വീട്ടിലെ നമ്മളറിയാതെ നടക്കുന്ന ഉൾനാടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞേ പറ്റും. രണ്ടുപേരും കൂടി എന്ത് കൂടോത്രം ചെയ്താണോ ആൾക്കാരെ മയക്കിയെടുത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയില്ല. നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. കിരണിനെയും ദുർഗയും ആ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത് പൂർണിമയുടെ മാത്രം നിർബന്ധപ്രകാരമാണെന്ന് അറിയാലോ. ബാക്കി എല്ലാവർക്കും അവരോട് നല്ല ദേഷ്യമാണ്. അതിനിടയിൽ കിരണിന് ബ്ലഡ് കൊടുക്കാൻ ആരോടും പറയാതെ പൃഥ്വിയുടെ അച്ഛൻ മഹാദേവൻ ഹോസ്പിറ്റലിൽ പോയി. അത് അയാൾ അവിടെ ആരെയും അറിയിച്ചില്ല. പക്ഷെ പൃഥ്വി അത് കണ്ടുപിടിച്ച് വീട്ടിൽ വലിയ വഴക്കായി. ചന്ദ്രമതി ചേച്ചി ഉറക്ക ഗുളിയെ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെയാ നാത്തും വിളിച്ചപ്പോ പറഞ്ഞത്. ഇവർക്കൊക്കെ എന്താ ഭ്രാന്താണോ? മഹാദേവൻ കിരണിന് ബ്ലഡ് കൊടുത്തതിന് ചന്ദ്രമതി എന്തിനാ മരിക്കാൻ പോകുന്നത്? അതെ, ഒരാൾക്കൊരാപത്ത് വരുമ്പോ ദേഷ്യവും ശത്രുതയും എല്ലാം മറന്ന് അയാളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യത്വം കൊണ്ടല്ലേ? അല്ല പിന്നെ എല്ലാ മനുഷ്യരും അങ്ങനെ ചെയ്യുന്നതല്ലേ? അതൊക്കെ പറയുമ്പോ ശരിയാ, പക്ഷെ ആ വീട്ടിലെ അവസ്ഥ അതൊന്നും അല്ല. ആ വീട്ടിലെ അവസ്ഥക്ക് എന്താ കുഴപ്പം? എന്റെ അമ്മേ, ആ മഹാദേവന്റെ മകനാണോ കിരൺ എന്നൊക്കെയാ ചന്ദ്രമതി ചേച്ചി ചോദിക്കുന്നത്. അതെന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? കിരൺ ഇവിടെ ഉണ്ടായിരുന്ന ആളല്ലേ? ദുർഗയെ കല്യാണം കഴിച്ചത് കൊണ്ടല്ലേ അവർ പൂർണിമയോടുള്ള പരിചയത്തിൽ അങ്ങോട്ട് പോയത്? അതൊക്കെ ശരിയാണ്, പക്ഷെ ഇപ്പോ വേറെന്തൊക്കെയോ കഥകൾ അവിടെ ഓടുന്നുണ്ട്. അതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, നിങ്ങളുടെ പുന്നാരമകൾ ദുർഗയും അവളുടെ കെട്ടിയവനും കൂടി ഉണ്ടാക്കിയതാ. എന്തായാലും അവരുടെ പേരും പറഞ്ഞ് ആ കുടുംബത്തിലുള്ളവർ രണ്ട് തട്ടിലായി യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. വസുമതി ഇതൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച കഥയായിരിക്കും. അല്ലാതെ ഒരാൾക്ക് രക്തം കൊടുത്തതിന് ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയോ? വെറുതെ ഇല്ലാത്തോ പറയരുത്. നാത്തുൻ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ അവിടെ ചെന്നിട്ടാ. മഹാദേവന് പണ്ട് എവിടെയോ എന്തോ കണക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. പണക്കാരല്ലേ, പലതും പുറത്തറിയാതെ അന്ന് ഒതുക്കി തീർത്തിട്ടുണ്ടാവും. എന്റെ പൊന്നെ, അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ, അതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നേ? അമ്മ എന്താ ഇങ്ങനെ ബുദ്ധിയില്ലാത്ത പോലെ സംസാരിക്കുന്നത്? അന്ന് മഹാദേവൻ ഉണ്ടായ മകനാണ് ഇന്ന് വളർന്ന് കിരണായി വന്ന് നിൽക്കുന്നതെന്ന് സംശയിച്ച ചന്ദ്രമതി ചേച്ചി മരിക്കാൻ ശ്രമിച്ചത്. ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? എവിടെന്ന്? ഇതൊക്കെ ആ കിരണൻ ദുർഗ ഉണ്ടാക്കിയ കഥ തന്നെയാ. അല്ലെങ്കിൽ പൂർണിമ എന്തോ വലിയ കളി കളിക്കുന്നത്. അതും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ തോന്നല. അല്ലെങ്കിൽ തന്നെ ആ കുടുംബത്തിലെ മഹാദേവന്റെ മകനായിട്ട് ജനിക്കാനുള്ള എന്ത് യോഗ്യത കിരണിനുള്ളത്? അവൻ ഏതോ ഒരു വഴിപിഴച്ച സ്ത്രീക്ക് ആരുടെ മകനാണെന്ന് പോലും തിരിച്ചറിയാനാവാതെ ജനിച്ചതാണ്. ഗിരിജ, നിർത്ത്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. അതെ, ഒരാളോട് ദേഷ്യമുണ്ടെന്ന് കരുതി ഈ രീതിയിൽ അപമാനിച്ച് സംസാരിക്കാൻ പാടില്ല. ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങളാ പറഞ്ഞത്. ഓ, ആ വീട്ടിൽ കിരണും ദുർഗയും ചെന്നതിൽ പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളാ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നാത്തൂൻ അവിടെ ഉള്ളത് കൊണ്ട് നമ്മളിപ്പോ ഇതൊക്കെ അറിഞ്ഞു. അല്ലെങ്കിൽ എങ്ങനെ അറിയാനാ? അഷിത ഒരു കാര്യവും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവിടെ നമ്മളോട് പറയാറില്ല. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ താമസിക്കാതെ അവിടെ എന്തെങ്കിലുമൊക്കെ അരുതാത്ത സംഭവിക്കും. അപ്പോഴും രണ്ടുപേരും കൂടി മകളെയും മരുമകനെയും ന്യായീകരിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. ജെഡി ആരെങ്കിലും വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു. അല്ല, കിരൺ എങ്ങനെയുണ്ട്? റിക്കവർ ആയെന്നാ പറഞ്ഞത്. കുറച്ച് ദിവസം കിടക്കേണ്ടി വരുമോ? ഇല്ല. അപ്പോൾ ഉടനെ ഡിസ്ചാർജ് ചെയ്യോ? മുറിവിന് വലിയ ആഴമില്ല, അതുകൊണ്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താലും മതിയെന്നാ ഡോക്ടർ പറഞ്ഞു. മിക്കവാറും നാളെ ഡിസ്ചാർജ് ആയേക്കും. എന്തായാലും വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമായിപ്പോയി. അതെ, ഈ സമയം വരെ എത്രമാത്രം ടെൻഷനായിരുന്നോ? ആ ബ്ലഡ് ഗ്രൂപ്പ് അത്രയും റെയറായതാ ഇത്രയും ടെൻഷനായത്. ഒരു സാവകാശമൊക്കെ കിട്ടിയാലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. ഇത്രയും റെയറായ ഗ്രൂപ്പൊക്കെ സാധാരണ ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്ക് ഉണ്ടാവുന്നതാ. പക്ഷേ നമ്മുടെ നിർഭാഗ്യത്തിന് അതും ഇല്ലാതായിപ്പോയി. ശരിയാ,
എന്തായാലും കിരണിനെ ആക്രമിച്ച ഒരുത്തിനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. എല്ലാത്തിനും നമുക്ക് പൊക്കണം. ജെഡിയും കിരണും ഒന്ന് തിരിച്ചു വരട്ടെ. എന്നിട്ട് നമുക്ക് ആദ്യം ഇതിന്റെ കണക്ക് തീർക്കാം. അത് കഴിഞ്ഞു മതി ബാക്കി പണി. ചേച്ചി എന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ഞാനും അത് ഓർത്തു. ആ കിരണിന് ബ്ലഡ് കൊടുത്തതിൽ ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യം എന്താ? അതെ, പൂർണ്ണിമയ്ക്കൊഴികെ ആർക്കും ആ കിരണും ദുർഗയും ഇവിടെ നിൽക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. എന്ന് കരുതി ബ്ലഡ് കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാകുമ്പോ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ശരിയാണ്. നാട്ടുകാരറിഞ്ഞ എന്തു പറയും? നമ്മൾ മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയതുപോലെ ആവില്ലേ? ശരിയാ. എന്റെ സംശയം ഞാൻ പറയട്ടെ. നീ പറ. നമ്മൾ അറിയാത്ത എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഞാൻ ചേച്ചിയോട് പല രീതിയിൽ ചോദിച്ചിട്ടും ചേച്ചി ഒന്നും വിട്ടു പറയുന്നില്ല. നീ ചേച്ചിയെ ശരിക്കൊന്ന് നിരീക്ഷിക്കും. അവസരം കിട്ടുന്ന സമയത്ത് നീ നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഒന്ന് പ്രകോപിപ്പിച്ചു നോക്കിയാ മതി. അതെങ്ങനെയാ? എനിക്ക് മനസ്സിലായില്ല. എടി, നേരിട്ട് ചോദിച്ചാ ചേച്ചി പറയത്തില്ലെന്നല്ലേ നീ പറഞ്ഞ? അതെ. അപ്പം വളഞ്ഞ വഴി ഉപയോഗിക്കണം. അതെങ്ങനെയാണെന്നാ ഞാൻ ചോദിച്ചത്. എന്താ? എടി, ഒന്നുമില്ല. നീ ഒന്നും ചോദിക്കും വേണ്ട, പറയും വേണ്ട. ഞാൻ പോയി മഹിയേട്ടന് ചോദിച്ചോളാം. അത് നല്ലതാ. മഹിയേട്ടനാവുമ്പോ എനിക്കൊന്നും അറിയില്ലെന്നുള്ള ഒറ്റ വാക്കില് പരിപാടി നിർത്തും. ഞാനൊരു ഐഡിയ പറയട്ടെ. നീ എന്തെങ്കിലും ഒന്ന് പറ നീരജ്. ഞാൻ ചേച്ചിയോട് മഹിയേട്ടന്റെ കുറ്റം പറഞ്ഞ് സംസാരിക്കാം. വെറുതെ വഴക്കിട്ട് ചേച്ചിയെ വിഷമിപ്പിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കാം. അപ്പോ ചിലപ്പോ ചേച്ചി സത്യം പറഞ്ഞാലോ? എടി, ഇത് തന്നെയല്ലേ ഞാൻ ഇത്രയും നേരം നിന്റെ അടുത്ത് വേറൊരു രീതി ചോദിക്കണം, വളഞ്ഞു ചോദിക്കണം എന്നൊക്കെ പറഞ്ഞത്. അത് മനുഷ്യന് മനസ്സിലാവുന്ന പോലെ ഇങ്ങനെ നേരെ പറയണം. അല്ലാതെ കടങ്കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ആയിക്കോട്ടെ. എടി, നിന്നെ കൊണ്ടാവുന്ന പോലെയല്ല നീ ശ്രമിക്കും. എന്നെ കൊണ്ടാവുന്ന പോലെയല്ല ഞാൻ ശ്രമിക്കാം. പക്ഷേ ഈ വീട്ടിലെ നമ്മളറിയാതെ നടക്കുന്ന ഉൾനാടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞേ പറ്റും. അത് നമുക്ക് കണ്ടുപിടിക്കണം.